അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും ആമുഖമായി ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകത്തേക്ക് ഒരുപാട് പ്രവാചക പുങ്കവന്മാരെ നിയോഗിക്കുകയുണ്ടായി. ഓരോ പ്രവാചകന്മാരും അതാത് സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ട് അവരവരുടെ ജനങ്ങളോട് സംസാരിച്ച വിഷയം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻകഴിഞ്ഞുപോയ സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ പ്രബോധനത്തിന്റെ സാക്ഷാത്കരണത്തിന് വേണ്ടി പ്രവാചകന്മാർ അഖിലവും മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയതായി വിശുദ്ധ ഖുർആൻ നമ്മെ തെറ്റിദ്ധരിപ്പെടുത്തുകയാണ്. ലോകത്താദ്യമായി കടന്നു വന്ന നബി ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന സമൂഹത്തെ നമുക്ക് പരിചയപ്പെടാൻ കഴിയില്ല. ആദം നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടം കഴിഞ്ഞ് 10 നൂറ്റാണ്ടുകൾക്ക് ശേഷം കടന്നു വന്ന മഹാനായ പ്രവാചകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ത്യാഗോജ്വലമായ ചില ചരിത്രങ്ങൾ നാം വായിക്കുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തിൽ ശിർക്കല്ല ആദ്യമായി സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശിർക്കിലേക്ക് എത്തപ്പെടുന്ന മാധ്യമങ്ങളായിരുന്നു ആ സമൂഹത്തിൽ ആദ്യമായി ഉണ്ടായിട്ടുള്ളത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് 950 വർഷക്കാലം പ്രബോധനത്തിൽ ഏർപ്പെടുകയാണ്. വദ്, സുവാഗ്, യഗൂസ്, യഊഖ്, നസർ തുടങ്ങിയ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്ന സ്വാലിഹീങ്ങളായ ആളുകളുടെ വിഗ്രഹങ്ങളെ കൊത്തി ഉണ്ടാക്കി അവരെ സ്മരിക്കുവാനും ഓർമ്മിക്കുവാനും വേണ്ടി ആ സമൂഹത്തിലുള്ള ആളുകൾ അവരുടെ വിഗ്രഹങ്ങളെ പല സ്ഥലങ്ങളിലും അവരുടെ സ്തൂപങ്ങളെ സ്ഥാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതുപോലെ ആ സ്തൂപങ്ങൾ സ്ഥാപിച്ച ആളുകൾ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയോ ചെയ്തിരുന്നില്ല. അവരതിനെ ആദരിച്ചിരുന്നു. ആ സമൂഹം മൺമറഞ്ഞു പോയപ്പോ ആ സമൂഹത്തിന്റെ ബാക്കിയായി അവശേഷിക്കപ്പെട്ട ആളുകൾ ആ വിഗ്രഹങ്ങളെ പിന്നീട് ആരാധിക്കപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് പ്രബോധനം ആരംഭിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം രാവെന്നില്ലാതെ പകലെന്നില്ലാതെ ആ സമൂഹത്തോട് നടത്തിയ പ്രബോധനത്തെ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹമെന്നോണം ആ സമൂഹത്തിലുള്ള നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനം 950 വർഷക്കാലം ദീർഘിച്ചപ്പോഴും ആ സമൂഹമാകട്ടെ അതിൽ നിന്ന് പിന്തിരിയാതെ ആ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കുന്ന ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഈ ശിർക്കിലേക്ക് എത്തപ്പെടുക, ശിർക്കിലേക്ക് പോവുക എന്നുള്ള വിഷയം. ശിർക്കിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.